നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവർ നിന്നെ അറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ആയിട്ടാണ് ജീവിക്കുന്നത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യണത്? ഇത് ഞാനിവിടെ ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അറിവുകേട് കൊണ്ട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത്? മനസ്സിലായില്ലേ? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത്? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ല. ദൈവത്തെ പല കാര്യങ്ങൾക്ക് അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ദൈവം അങ്ങനെ ചെയ്യുക, ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല. അതാ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഡൗണായി മാറും ഇത് വരുന്നത്. ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കണം. ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതം ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ? അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല. കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെന്റിൽ നിന്നാണ് വരുന്നത്, എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പൊ അതിനകത്ത് ടോട്ടൽ അസസ്മെന്റ് നടക്കുന്നുണ്ടെന്നല്ലേ? ഓരോ വിഷയത്തിലൂടെയും വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവ തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത്.